പേടിയോ ഡൗട്ടോ വരില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ 100% പെർഫെക്റ്റ് ആയിട്ട് നടക്കും. വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അവരുടെ ഫീലിംഗ് എങ്ങനെ ഇരിക്കും, ആ ഫീലാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള 1 മിനിറ്റ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. നമ്മൾ ആൾറെഡി 68 സെക്കൻഡ് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഈ മാനിഫെസ്റ്റേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തെന്ന് വെച്ചാൽ, നമ്മൾ 1 മിനിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ പേടിയോ ഡൗട്ടോ വരില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ 100% പെർഫെക്റ്റ് ആയിട്ട് നടക്കും. നമ്മൾ സാധാരണ എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്? നമ്മൾ പ്രസന്റ് ടെൻസിൽ കിട്ടിയതായിട്ട് പറഞ്ഞുകൊണ്ട് അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യും. എന്നാൽ നമ്മൾ ഇന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹമുള്ള അല്ലെങ്കിൽ അർജന്റ് ആയിട്ടുള്ള ഒരു കാര്യം സെലക്ട് ചെയ്യുക. അത് നിങ്ങളുടെ ഗോൾ ആയിരിക്കാം, ജോബ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കാർ ആയിരിക്കാം, അല്ലെങ്കിൽ മാരേജ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ പ്രഗ്നൻസി ആയിരിക്കാം. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. എക്സാമ്പിളിന് ഞാനൊരു മാരേജ് എടുക്കുകയാണ്. അപ്പോൾ ഒരാളുടെ വീട്ടിൽ വിവാഹത്തിന് സമ്മതമല്ല. അതായത് ഞാനിപ്പോൾ ഒരു പയ്യൻ്റെ വീട്ടിൽ ഓക്കെ ആണ്, പെണ്ണിൻ്റെ വീട്ടിൽ സമ്മതമല്ല. അപ്പോൾ ഇവർ ഇങ്ങനെ വളരെ വിഷമത്തോടെ പയ്യൻ്റെ വീട്ടുകാരും എങ്ങനെയെങ്കിലും വിവാഹത്തിന് സമ്മതിക്കണമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചും ആശങ്കയിലുമാണ്. വിവാഹം നടക്കുമോ ഇല്ലയോ അങ്ങനെയൊക്കെ ആശങ്കയിലാണ്. അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ ആ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്ന് ഞങ്ങൾക്ക് വിവാഹത്തിന് സമ്മതമാണ്, 2 ആഴ്ചയിൽ തന്നെ നമുക്ക് വിവാഹം നടത്താമെന്ന് പറയുന്നു. അപ്പോൾ ഉള്ള നിങ്ങളുടെ ഫീലിംഗ് എങ്ങനെ ഇരിക്കും, ആ ഫീലാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. നമ്മൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ പ്രസന്റ് ടെൻസിൽ ഇങ്ങനെ നടക്കുന്നു, ചെയ്യുന്നു, പോകുന്നു, അങ്ങനെയല്ലേ ചെയ്യും. ഇത് വന്നു കഴിഞ്ഞു, ആ ഒരു ഇൻസിഡൻറ്റ് വന്നു, അതിന് ശേഷമുള്ള 1 മിനിറ്റ് ഉള്ള നിങ്ങളുടെ ഫീലിംഗ് ആണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെ തുള്ളിച്ചാടില്ലേ സന്തോഷം കൊണ്ട്, വാവ് എൻ്റെ വിവാഹത്തിന് അവർ സമ്മതിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും, ഉടനെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ വിളിച്ച് പറയാം, അല്ലെങ്കിൽ ഒരു അച്ഛനെ, ഓക്കെ പേരൻസ് അച്ഛനെ വിളിച്ച് പറയാം, അച്ഛാ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് സമ്മതിച്ചു, ഞാൻ വളരെ ഹാപ്പിയാണ്, കല്യാണം 2 ആഴ്ചയിൽ നടത്താമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ തുള്ളിച്ചാടില്ലേ. ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു ഫീലിംഗ് ആണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. അതും അല്ലെങ്കിൽ ഒരു ജോബ് എടുത്തോളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ജോബിന് വേണ്ടി എല്ലാം അപ്ലൈ ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കും? അതും നിങ്ങളൊരു 50,000 രൂപയാണ് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഒരു 75,000 നിങ്ങൾക്ക് സാലറി എന്ന് പറഞ്ഞ് കാണുന്നു. അപ്പോൾ ഉള്ള ഫീലിംഗ് നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കും? നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും നോക്കും, ഇത് എൻ്റെത് തന്നെയാണോ, അതേ കമ്പനിയിൽ നിന്ന് തന്നെയാണോ എന്ന് ഫസ്റ്റ് എന്ത് ചെയ്യും, നിങ്ങൾ വീണ്ടും വീണ്ടും നോക്കും. എന്നിട്ട് എന്താ ചെയ്യുക, അങ്ങനെ തുള്ളി ചാടില്ലേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഫ്രണ്ടോ ആരെങ്കിലും വിളിച്ച്, എനിക്ക് ജോലി കിട്ടി, ഞാൻ വളരെ ഹാപ്പിയാണ്, ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ തുള്ളിച്ചാടി പറയില്ലേ. ആ ഒരു ഫീലിംഗ് ആണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവരേണ്ടത്. ആ 1 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുമോ ആ ഫീലിംഗ് നിങ്ങൾ കൊണ്ടുവരണം. അടുത്ത് നിങ്ങൾ ഇതിനു വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഒരു ശാന്തമായ സ്ഥലം, യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ലാത്ത സ്ഥലം തിരഞ്ഞെടുക്കുക. എന്നിട്ട് അവിടെ പോയിരുന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. എന്നിട്ട് ഒരു 3 to 5 പ്രാവശ്യങ്ങളും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, എന്നിട്ട് പുറത്തേക്ക് വിടുക. അപ്പോൾ നിങ്ങളൊന്ന് ശാന്തമാകും. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്കിതൊരു ടൈം അലാറം സെറ്റ് ചെയ്ത് വെച്ച് വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉദ്ദേശം 1 മിനിറ്റ് ഇത്രയാണ് എന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് 2 രീതിയിലും ചെയ്യാം. പക്ഷേ നിങ്ങൾ ഒരു ഉദ്ദേശം ചെയ്തിട്ട് ഒത്തിരി ടൈം ഒന്നും ചെയ്യാൻ പാടില്ല, എങ്കിൽ അതിനിടയിൽ കയറി നെഗറ്റീവ്സും പേടിയൊക്കെ വരും. സോ നിങ്ങൾക്ക് ഒരു ഉദ്ദേശം അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അലാം സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഗോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞതുപോലെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കത് കിട്ടി, ഇപ്പോൾ ജസ്റ്റ് കിട്ടി, അതിനുശേഷമുള്ള 1 മിനിറ്റുള്ള നിങ്ങളുടെ ഫീലിംഗ് അത് കൊണ്ടുവരും. ഇപ്പം ഞാൻ എക്സാമ്പിളിന് ഒന്നുകൂടെ പറയാം. ഒരു പ്രഗ്നൻസിയാണ് ഞാനിപ്പോൾ എടുത്തതെന്ന് വെച്ചോളൂ. അപ്പോൾ നിങ്ങൾ ആ കാർഡ് ചെക്ക് ചെയ്യുമ്പോൾ 2 വര വീഴുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീലിംഗ് എങ്ങനെ ഇരിക്കും? വളരെ ഹാപ്പിയായിട്ട് തുള്ളിച്ചാടും. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ആനന്ദ കണ്ണീര് വരും. എന്നിട്ട് നിങ്ങൾ ഓടിപ്പോയി ഫോൺ എടുക്കും, നിങ്ങളെ ഹസ്ബൻഡിനെ ഫോൺ വിളിക്കുന്നു, അദ്ദേഹം അവിടെ തുള്ളിച്ചാടുന്നു, ഓടി വരുന്നു, നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ അറിയിക്കുന്നു, അവർക്ക് അതിലും സന്തോഷം, അവരും നിങ്ങളെ കാണാൻ വരുന്നു. സ്റ്റോപ്പ്. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ. 1 മിനിറ്റ് മാനിഫെസ്റ്റേഷൻ ഇത്രയൊക്കെ മതി. അപ്പോൾ ഇത് നിങ്ങൾ ഒന്നീ ടൈം സെറ്റ് ചെയ്ത് ചെയ്യുക, അല്ലെങ്കിൽ നോർമലായിട്ട് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഏത് ഗോളാണോ എന്താണോ നിങ്ങൾ സെലക്ട് ചെയ്തത് അങ്ങനെ അത് കിട്ടുമ്പോഴുള്ള 1 മിനിറ്റ് വിഷ്വലൈസ് ചെയ്യുക. നല്ല ഫീല് കൊടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് വിഷ്വലൈസ് ചെയ്യും. നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പ് പ്രോബ്ലത്തിൽ നിങ്ങളൊരു റീയൂണിയന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു മെസ്സേജ് വരികയാണ്, ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ്, നമ്മളിനി ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു.
അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് എങ്ങനെയിരിക്കും അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ അത്രയും ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടുന്നു, അങ്ങനെ അവരോട് സംസാരിക്കുന്നു, ഒത്തിരി നേരം അവരോട് സംസാരിക്കുന്നു, ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നു, അങ്ങനെ അങ്ങനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് ആ 1 മിനിറ്റ് ഫീൽ ചെയ്യുക. ഇനി നിങ്ങളൊരു ബിസിനസ്, ഒരു ഷോപ്പൊക്കെ തുടങ്ങി അതാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഉദ്ഘാടനം, അന്നത്തെ ഇനാഗ്രേഷൻ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അവിടെ ഗസ്റ്റൊക്കെ വരുന്നു, ആൾക്കാർ വരുന്നു, അപ്പോൾ നിങ്ങളുടെ ഫീലിംഗ് എങ്ങനെ ഇരിക്കും അത് കൊണ്ടുവരിക. ഇങ്ങനെ ഓരോരോ കാര്യത്തിന് ഇപ്പം നിങ്ങൾ വീടാണ് വെച്ചിട്ട് നിങ്ങളൊരു പാലുകാച്ച് സെലക്ട് ചെയ്യുക. അവിടെ ആ പാലുകാച്ച് ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫീലിംഗ് 1 മിനിറ്റ് എങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഓരോരോ കാര്യത്തിനും, ഇപ്പോൾ സ്റ്റഡീസ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ കിട്ടുമ്പോഴുള്ള 1 മിനിറ്റ് വിഷ്വലൈസ്. നിങ്ങൾ ആ എനർജി കൊടുത്ത് പറയുമ്പോൾ ആ എനർജി ഈ യൂണിവേഴ്സിലേക്ക് വൈബ്രേഷനായിട്ട് പോവുകയും അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ യൂണിവേഴ്സ് ആരംഭിക്കുകയും ചെയ്യും. അതായത് ഇന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ നാളെ തന്നെ കിട്ടുമെന്നല്ല അതിനർത്ഥം. അതായത് ഇന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ യൂണിവേഴ്സ് ചെയ്യാൻ തുടങ്ങും. അതായത് നിങ്ങളിപ്പോൾ ഒരു ജോബാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അതിനു വേണ്ടിയാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ അനുസരിച്ചുള്ള അവസരങ്ങളും ഐഡിയാസും ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുതരും. അതായത് ചിലപ്പോൾ ഒരു ന്യൂസിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോസിലൂടെയോ അതിനൊക്കെ എന്തൊക്കെയാണോ നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. ഇപ്പോൾ നിങ്ങളൊരു പ്രഗ്നൻസിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനു വേണ്ടിയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾക്കൊരു ഫിസിക്കൽ കണ്ടീഷൻ ഈ പ്രഗ്നൻസിക്ക് തടസ്സമായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആളുകളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലെയോ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ശരിക്കുള്ള ഒരു വഴിയിലെത്താനും അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രഗ്നൻസി നടക്കുകയും ചെയ്യും. അങ്ങനെയാണ് യൂണിവേഴ്സ് നിങ്ങളെ ആ ഗോളിലെത്തിക്കുന്നത്. അതായത് അത് നടക്കാനുള്ള വഴി യൂണിവേഴ്സിന് മാത്രമേ അറിയാവൂ. നമുക്കറിയാത്തത് കൊണ്ടാണല്ലോ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള വഴികളിലെല്ലാം നിങ്ങളെ കൊണ്ടെത്തിക്കും, അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 30 ദിവസമെങ്കിലും ചെയ്യണം. കാരണം നമ്മളൊരു ചെറിയ കാര്യമല്ലല്ലോ ചോദിച്ചത്, ഇതൊരു വലിയ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. അതിനൊരു പ്രോസസ്സിങ് ടൈമുണ്ട്. അതുവരെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടതാണ്. ഇത് ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ദിവസവും നിങ്ങൾ ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ഒരു 30 ഡേയ്സ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട്സ് വരും, ഇത് ഏത് സമയം ചെയ്യണമെന്നൊക്കെ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് ടൈം വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത് ചെയ്യുക. അതായത് രാവിലെ ചെയ്യാം, ഉച്ചയ്ക്ക് ചെയ്യാം, രാത്രി ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ നിങ്ങളൊരു ബിസി പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എണീറ്റ ഉടനെ ഇതൊരു അലാം സെറ്റ് ചെയ്ത് 1 മിനിറ്റ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിടക്കുന്നതിന് മുമ്പേ ചെയ്യാം. അല്ല നിങ്ങൾ കുറച്ച് ഫ്രീ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം. പിന്നെ ഇത് എത്ര പ്രാവശ്യം ചെയ്യാമെന്ന് ചിലർക്ക് ഡൗട്ട്സ് വരും. ഒരു ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് 2-3 പ്രാവശ്യമൊക്കെ ചെയ്യാം. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയൊക്കെ ചെയ്യാം. നിങ്ങൾ എത്രത്തോളം അതിൽ എഫേർട്ട് ഇട്ട് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും. ഇത് വളരെ ഈസിയാണ്, കാരണം 1 മിനിറ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 3 പ്രാവശ്യമൊക്കെ ചെയ്യാം, ഒരു പാടും ഇല്ല. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത് ഏതെല്ലാം കാര്യങ്ങൾക്ക്, പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാമോ എന്ന്. ഇത് പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. വേണമെങ്കിൽ രാവിലെ ഒരു കാര്യത്തിന് യൂസ് ചെയ്യാം, ഉച്ചയ്ക്ക് ഒരു കാര്യത്തിന് യൂസ് ചെയ്യാം, രാത്രി ഒരു കാര്യത്തിന് യൂസ് ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് ഏത് കാര്യമാണോ അർജൻറ്റ്, അത്യാവശ്യമായിട്ടുള്ളത്, ആ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് മാത്രം നിങ്ങൾ ഒരു 30 ഡേയ്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കുറച്ചൊരു ഡൈവേർഷൻ ഉണ്ടാവും. മറ്റു ഒരു കാര്യം മാത്രമായിട്ട് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് നടക്കും. ഇല്ല നിങ്ങൾക്ക് അർജൻറ്റൊന്നും ഇല്ല, എനിക്ക് പ്രശ്നമല്ല, എന്തായാലും പ്രശ്നമില്ലെന്ന് വിചാരിക്കുന്നവർക്ക് രാവിലെ ഒരു കാര്യം, ഉച്ചയ്ക്ക് ഒരു കാര്യം, രാത്രി ഒരു കാര്യമായിട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനങ്ങനെ മറക്കുക. നിങ്ങളിങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്ത കാര്യമേ മറക്കുക. കാരണം ലെറ്റ് ഗോ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ എല്ലാം ചെയ്തിട്ട് നാളെ കിട്ടോ ഇന്ന് കിട്ടോ വല്ല ഐഡിയാസും വന്നോ ഇല്ല ന്യൂസ് വന്നോ എന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കരുത്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ 1 മിനിറ്റ് ചെയ്യുക, അതിനെ മറക്കുക. എന്നിട്ട് നിങ്ങൾ എന്നും ചെയ്യുന്ന റൊട്ടീൻ വളരെ കൂളായിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ കിട്ടേണ്ടത് കിട്ടും. ഇത് വളരെ ഈസി മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.